ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ Q&A വിത്ത് നാത്ത്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വയ്ക്കാം. ഓക്കെ, പേര് വേണം. ഫസ്റ്റ് പേര് പറയണ്ട, പേര് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളിൽ ആർക്കാ കൂടുതൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളത്? അങ്ങനെ വെച്ചാല് രണ്ടാക്കില്ല. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒന്നുമില്ലല്ലോ. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇതിൽ വെച്ചെന്നാ ഹെൽപ്പിംഗ് മെന്റാലിറ്റി വെച്ചാൽ മറ്റേ സഹായിക്കാനില്ല. അതൊന്നും അനക്കാതെ അതൊന്നും ഉണ്ടാവുന്നുണ്ട്. ആവശ്യം വന്നാൽ ഫ്രണ്ട്സുകളായാലും സഹായിക്കും. നമ്മൾ തമ്മിലാ ചോദിക്കുന്നത്. ഇതിപ്പോ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത അവസ്ഥയല്ല. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഹെൽപ്പ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സിസ്റ്ററായിട്ട് എങ്ങനെയാ നല്ല ഫ്രണ്ട്ലി ആണോ? എനിക്കുള്ള ക്വസ്റ്റ്യൻ. നല്ല ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തട്ടിമുട്ടി പോകും. അടുത്തത്, അമലേട്ടൻ ആരെ യൂട്യൂബ് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം? ഒരാളെ നെയിമും മാത്രം പറയണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അമലേട്ടനാ പറയേണ്ടത്. സത്യം പറഞ്ഞാൽ രണ്ടാമത് ഇഷ്ടമല്ലായിരിക്കും ചോദിച്ചാൽ. ആരും നമ്മളെ വീട്ടിൽ ആരും കാണില്ല വീഡിയോസ് ഒന്നും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങളുടെ രണ്ടാളുടെയും ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എങ്ങനെയാണ്? ഭയങ്കര ബോണ്ടാണ്. അത് വെച്ചാൽ +2 മുതൽ എനിക്ക് ഇവളെ അറിയാം. +1 മുതൽ അറിയാം. കണ്ടിച്ചിട്ട് പരിചയമില്ല, അങ്ങനെ വലിയ ഇതൊന്നുമില്ല. +2 ആയിട്ട് പിന്നെ മിണ്ടിയിട്ടുണ്ട് തോന്നുന്നു. +1 അറിയില്ല, ഒരു സ്കൂളിലാന്ന് ഇവൾക്ക് ഇവളെ അറിയില്ല, ഇവക്ക് എന്നെ അറിയില്ല. കണ്ടിട്ടുണ്ടേ, അറിയുമ്പോ മാത്രമേ ഉള്ളൂ. പിന്നെ അറിഞ്ഞ പിന്നെ നമ്മൾ മിണ്ടലൊന്നും ഉണ്ടായിച്ചിട്ടല്ല. എനിക്ക് ഭയങ്കര അഹങ്കാരാന്ന് ഇവളും, ഇവക്ക് ഭയങ്കര അഹങ്കാരാന്ന് ഞാനും. അങ്ങനെയായിരുന്നു ഫസ്റ്റ്. നമ്മള് പരിചയപ്പെട്ട് സെറ്റായ മനസ്സിലായി, ഒരേ വൈബും സംഭവം. പിന്നെ ഇപ്പം നല്ലതന്നെ. പിന്നെ വെച്ചാല് നമ്മളൊരു ഏട്ടത്തിയമ്മ സംഭവം നമ്മൾ തമ്മിൽ ഇല്ല. നമ്മളൊരു ഏജ് അല്ലേ, അതുകൊണ്ട് തന്നെ ആ ഒരു വൈബില് എങ്ങനെയാണോ ഒരു ഫ്രണ്ട്സ് തമ്മിൽ വീട്ടിൽ വന്നാൽ എങ്ങനെയാണോ ആ ഒരു സാധനത്തിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ അങ്ങനെ തന്നെയാ പോകുന്നത്. ഭാവിയില് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ വലിയ പ്രശ്നവും കാര്യമൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങളെ രണ്ടാളെയും നെഗറ്റീവും പോസിറ്റീവും പറയാൻ വേണ്ടി. നീ പറഞ്ഞ എന്താ ഇല്ലത്? നെഗറ്റീവ് മാത്രം രണ്ട് പോസിറ്റീവ് പറയും, നെഗറ്റീവ് പറയാം. അപ്പൊ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പറയാം. ഫസ്റ്റ് പോസിറ്റീവ് പറയാം. ഇവൾക്ക് വെച്ചാല് ഭയങ്കര ഇപ്പൊ ഒരു ഫ്രണ്ടിനായാലും ആർക്കായാലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ ഞാൻ കാണലുണ്ട്. എന്താണ്, ആർക്കായാലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണുണ്ട്. അതാണ് പോസിറ്റീവ്. നെഗറ്റീവ് പറഞ്ഞാൽ അത് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് അത് കേൾക്കാൻ ഞാൻ കാത്തിക്കുന്നു. നെഗറ്റീവ് പറഞ്ഞാല് ഓരോ സമയം ഇങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് അതൊക്കെ ഇങ്ങനെ സംസാരിക്കാണ്ടിരിക്കുന്നതാണ്. അതെനിക്ക് ദേഷ്യം ഇടയ്ക്ക് വേഗം മൈൻഡ് മാറും. ഇടയ്ക്ക് ഇപ്പം ഇവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നോക്കുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ മൈൻഡ് ഓരോ പ്രശ്നം മൈൻഡ് മാറിപ്പോ. എനിക്ക് അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഞാൻ പോസിറ്റീവ് പറയാം. എന്നപ്പോ എനിക്കിപ്പോ എന്ത് സംഭവത്തിന് ഇവളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ എന്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ കൂടി ഇവളെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നേരും. അതിന് അതൊരു പോസിറ്റീവ്. ആ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്ത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ ആ ഒരു നെഗറ്റീവ് അടുപ്പിക്കാണ്ട് നമ്മളൊരു സപ്പോർട്ട് ചെയ്യില്ലേ, അങ്ങനെ സപ്പോർട്ട് ചെയ്യലുണ്ട്. പിന്നെ പറയുന്ന എന്താ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യം, കുറച്ച് ചെറുതായിട്ട് മെച്യൂരിറ്റി വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറുങ്ങനെ ഒരു ഈ ഒരു ഏജിന്റെ മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടില്ല. അത് എന്താണ്, നമ്മളെല്ലാം സെയിം ചെയ്യുന്നത്, പക്ഷെ എന്നെക്കാളും മെച്യൂരിറ്റി ഒക്കെ കുറവാണെന്ന് എനിക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായില്ല, മെച്യൂരിറ്റി കൂടുതൽ വേറെ ക്വസ്റ്റ്യൻ, മെച്യൂരിറ്റിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടില്ലല്ലോ. അതൊരു പോസിറ്റീവ് തന്നെയാണ്. ഇവർക്ക് മെച്യൂരിറ്റി നല്ലോണം ഉണ്ട്. മാത്രം പറഞ്ഞോണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏജ് ചോദിച്ചിട്ടുണ്ട് നമ്മളെ രണ്ടാളെയും. എന്റേത് 24 കഴിഞ്ഞിട്ട് എത്ര മാസം? എനിക്ക് 2000 ജൂൺ.
ഞാൻ എൻ്റെ എനിക്ക് ഇപ്പം 24 അതിനത്ര ഈ നവംബറിൽ എന്നെക്കാളും മൂത്തത് ഇവളാണ് കേട്ടോ. അത് ചെറിയൊരു മാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹു ഈസ് മോർ റെസ്പോൺസിബിൾ എന്നാണ്. അത് പറഞ്ഞില്ലേ, റെസ്പോൺസിബിൾ അങ്ങനത്തെ സാധനം ഓരോ കാര്യത്തിൽ ഒരാൾക്ക് മാറി മാറി വരും. ചില കാര്യത്തിൽ ഇവളാണ്, ചില കാര്യത്തിൽ ഞാൻ, അത്രേ ഉള്ളൂ. പിന്നെ ഒരാൾ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കാ ദേഷ്യം കൂടുതൽ? ദേഷ്യം കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ പെട്ടെന്ന് പോയി ഞാൻ പോവാൻ എനിക്ക് കുറച്ച് സമയം ഉണ്ടാവില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും ചെയ്യും, അതങ്ങനെ പോവുകയും ചെയ്യും. പിന്നെ നിങ്ങൾ തമ്മിൽ നാത്തൂൻ പോര് ഉണ്ടാവലുണ്ട്? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അങ്ങനെ നാത്തൂൻ പോരൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. കണ്ടിട്ടില്ല എന്ന് വെച്ചാല് നാത്തൂന്നില്ല ഒരു സാധനം വന്നിട്ടില്ല, ഒരു ഫ്രണ്ടായിട്ട്. അടുത്തത് ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്നോടാ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോ ഇങ്ങനെ ഓരോരോ ആളെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ട്, പിന്നെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിന്റെ എല്ലാം കണ്ട് ഞാൻ എനിക്ക് അറിയുന്നവരെ കുറെ ആളത് കണ്ടിട്ട് ഞാനിങ്ങനെ അടുത്തറിയുന്ന കുറെ ചേച്ചിമാരും അങ്ങനെയുള്ളവരെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് തുടങ്ങി. പിന്നെ ചാലഞ്ച് വീഡിയോ ചെയ്തുകൂടിന്ന് വെച്ചിട്ടുണ്ട്. ചാലഞ്ചിങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള പ്രോപ്പർട്ടീസും അതിന് പിന്നെയും കുറച്ച്, ഇപ്പം നമ്മൾ 2 മാത്രമേ ഉള്ളൂ. ഫാമിലിയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെയാണ്. നമ്മൾ 2 കൂടി മാത്രം ചെയ്യുമ്പോൾ ഒരു ബോറായിരിക്കും. പിന്നെ അതിനുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമുക്ക് സെറ്റായി വരണം. അങ്ങനെ എന്തെല്ലോ വന്ന് അത് ചെയ്യും, നമ്മൾ എന്തായാലും അടുത്ത് ചെയ്യും. ഹൂ കുക്സ് മോർ ബെറ്റർ? ഞാൻ കുക്കിങ്ങിലേക്ക് വലുതായി കടന്നിട്ടില്ല. ഇവളൊരിക്കും മീൻകറി ഇവിടെ വന്നിട്ട് മീൻ മോളീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവളായിരിക്കും ഇവിടെ. ഞാൻ അങ്ങനെ കുക്കായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ മുട്ട വർക്ക് അങ്ങനെ അല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇവളെന്നെ. അപ്പോ നിങ്ങളിൽ ആരാ നന്നായി കുക്ക് ചെയ്യുന്നത്? അതന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് എല്ലാരും ആൻസറിന് വേണ്ടിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്തായാലും പറയണേന്ന്. ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് അപ്പൂന് ആരെയാണ് ഏറ്റവും ഇഷ്ടം പറഞ്ഞിട്ട് പോയാൽ മതി. എൻ്റെ ഒരാൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അതിപ്പം നമ്മളോട് ചോദിച്ച കാര്യമില്ലല്ലോ, അതോ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കണ്ടേ? എന്താണ് ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ടായി, എൻ്റെ ആൻസർ തരണ്ടേ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും. അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിനെ. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നിനക്ക് എന്നാണോ നിൻ്റെ ഏട്ടനെയാണോ ഏറ്റവും ഇഷ്ടം? അപ്പം ഞാൻ എന്താ പറയണ്ടേ? ആ ഒരു ആൻസറാണ് ഓ പറഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ഇട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ്. അപ്പോൾ ഇൻസ്റ്റയിലും കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിന്. ആ ക്വസ്റ്റ്യൻ്റെ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ ജോബും ചോദിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാനിപ്പോൾ M.Com കഴിഞ്ഞിട്ട് ടാലിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ M.Com കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ SAP ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞില്ല, ഒരു 1 ഇയർ കോഴ്സിന്. അതിപ്പം തരും, ഒരു 1 മന്തും കൂടി ഉണ്ട്, ഇപ്പം തരും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ വരുന്നത് ഞാൻ എന്താ ചെയ്യുന്നതാണ്. ഇപ്പം പറഞ്ഞത് ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്ര. ഇനി ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ജോലി നോക്കണം. ഞാൻ ജോലി നോക്കും, 2 ആളും ജോലി നോക്കാൻ ചെയ്യാന്. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹൂ ഈസ് മോർ ലേസി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും മടി കൂടുതലായിരിക്കും. എല്ലാം ഇത് എന്താ പറയാ, ഞാൻ അതിൽ സമ്മതിച്ചു. കുറച്ച് മടിയുണ്ട്, മടിയിൽ മാറ്റിയെടുക്കണം. എന്നാലും കുറച്ച് മടി. പക്ഷെ ഞാൻ ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് എനിക്ക് ഉണ്ടാവില്ല. അതിലെത്തിപ്പെടാൻ ഭയങ്കര ഇതാണ്. പിന്നെ ചോദിക്കുന്നത് വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ കണ്ണൂർ ചെറുകുന്ന് പറഞ്ഞാൽ കണ്ണൂർ എടക്കേപ്പുറം എന്നുള്ള സ്ഥലത്താണ്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ ചോദിച്ചേ. വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ, ഇവള്, പിന്നെ എനിക്കൊരു ഏട്ടനും കൂടി ഉണ്ട്. 2 ഏട്ടന്മാർ എനിക്ക്. പിന്നെ അമ്മമ്മ. നമ്മൾ ഇത്ര. പിന്നെ ഒരു നായ്ക്കുട്ടിയും കൂടി ഉണ്ട്, ലൂണ. ഇത്രയാളാണ് നമ്മളെ വീട്ടിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ളത് ഇവളും പിന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള കണക്ഷനെ ബോണ്ടിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞു. ഞാനെന്താ പറഞ്ഞു. അല്ല
ഇവള് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. എന്റെ അമ്മ വെച്ചാല് ഭയങ്കരമായിട്ട് സംസാരിക്കൊന്നുമില്ല, കുറച്ചിങ്ങനെ കമ്പനി കോമഡിയും കാര്യമില്ല തന്നെയാണ്. പക്ഷെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ അച്ഛൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അച്ഛൻ നല്ലോണം ഉണ്ട്. നീ അമ്മേനേക്കാളും കൂടുതൽ കുറച്ചും കൂടി കമ്പനി ഇതുള്ളത് അച്ഛനോടാണ്. നല്ല അങ്ങനെ നിനക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിട്ടില്ല? എനിക്ക് എന്റെ വീട് പോലത്തെ അങ്ങനത്തെ ഫീലിങ്സ് അന്നെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവര് ഇവളോടുള്ളത്. ഇവളും തിരിച്ച് അങ്ങനെ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മളെ എന്നാ ബർത്ത്ഡേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള ഗിഫ്റ്റില് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ടാക്കും ഇഷ്ടപ്പെട്ട സാധനം എന്നാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മളെത്ര രണ്ടോല്ലായില്ലേ? രണ്ടോല്ലായി നമ്മൾ നമ്മളെ എൻഗേജ്മെന്റിന് ശേഷമാണ് ഇത്രയും ഇതായത്. അപ്പൊ അതിന് ശേഷം നമ്മൾ അത് മുതലുള്ളത്. എനിക്ക് ഇപ്പൊ എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്കൊരു ഫ്രെയിം വന്നിട്ടുണ്ടായിരുന്നു, വരച്ച ഫ്രെയിം. നമ്മൾ രണ്ടാളെയും കൂടി ഉള്ള വരച്ചൊരു ഫ്രെയിം. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ലുണ്ട്. അത് താഴെ ഉണ്ടല്ലേ കാണിച്ചതായിരുന്നു, താഴെ ഒട്ടിച്ച് വെച്ചു. ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഇതാണ്. എൻ്റെ മൂക്കിൻ്റെ മുഴുണ്ട് മൂക്കുത്തിയാണ്. ഇപ്പം മൂക്കുത്തി കഴിഞ്ഞിട്ട് ഇപ്പം ഈ ബർത്ത്ഡേക്ക് ഇവിടെ എനിക്ക് വാങ്ങിച്ചു തന്നെയാണ് ഈ മൂക്കുത്തി. ഇതാണ് എനിക്ക് വാങ്ങിച്ചു തന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായ ഗിഫ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം. അത് കുറെ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില്, ഇവിടെ കല്യാണം ഉണ്ടോ എപ്പാന്നല്ല. എൻ്റെ കല്യാണം ഇപ്പോഴൊന്നും ഇല്ല, എനിക്ക് ഇപ്പോഴൊന്നും വേണ്ടെന്ന്. കുറച്ചു കാലം കൂടി ജോലിയെല്ലാം കിട്ടിയിട്ട് കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് മെല്ലെ മതി. ഇപ്പോഴേ ചിലപ്പോ അടുത്ത കല്യാണം ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടവർ ഇല്ല, അങ്ങനെ ഇതൊന്നുമില്ല. എന്തായാലും 1 ഇയറിലേക്ക് ഒട്ടുമില്ല. 1 ഇയർ കഴിഞ്ഞിട്ടാൽ മാത്രമേ ഞാൻ നോക്കൂലൂ. അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയുള്ള വീഡിയോ. ബൈ. ഞാനോ